സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവി സംഗീതം നിന്നാദരൂപ ദർശനമായെന്നാത്മാവിൻ മിഴികൾ തുറന്നിടണേ. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവി സംഗീതം. പരമപരിശുദ്ധ സംഗീത വീണയാ മനസ്സിലലിയാൻ കൃപയേകണേ. പരമപരിശുദ്ധ സംഗീത വീണയാ മനസ്സിലലിയാൻ കൃപയേകണേ. ഈശോദൻ ഗാനത്തിൽ സ്നേഹാഞ്ജലിയായി എന്നിൽ വന്ന് നിറയണമേ. ഈശോദൻ ഗാനത്തിൽ സ്നേഹാഞ്ജലിയായി എന്നിൽ വന്ന് നിറയണമേ. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവിൻ സംഗീതം. രോഗശമന മനഃശാന്തിദായക രാഗസുധാരസ സങ്കീർത്തന. രോഗശമന മനഃശാന്തിദായക രാഗസുധാരസ സങ്കീർത്തന. ആത്മാവിനാദം എന്നിൽ നിറയാ പരിശുദ്ധാത്മാവേ വന്നിടണേ. ആത്മാവിനാദം എന്നിൽ നിറയാ പരിശുദ്ധാത്മാവേ വന്നിടണേ. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവിൻ സംഗീതം നിന്നാദരൂപ ദർശനമായെന്നാത്മാവിൻ മിഴികൾ തുറന്നിടണേ. സത്യാനന്ദ സ്വരൂപം ഗാഗ 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 ഗബഗരി രി 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 ഗരി രി സാ സ സാ സ സാ സ സാ സ ഗരി സ ദ സ പഗരി ഗ പ ത പ ഗ പ ദ സ ദ പ ദ സ തി സ ദ സ രി ഗരി സ രി ഗ ഗരി ഗരി സ ദ പ രി സ രി സ ദ പ ഗ സ ദ പ ഗരി പ ഗ പ ഗരി സ ദ സ രി. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവിൻ സംഗീതം. യെശയ്യാ പ്രവചനം 53 അധ്യായം 5 വാക്യം. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഉണരൂ പ്രഭാതമേ എന്ന ഈ പരിപാടിയിലേക്ക് ഈശോയുടെ പൊന്നുനാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ സൗഖ്യദായകമായ വചനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കാം. രോഗികളായ ആളുകൾക്ക് വേണ്ടി ഈ വചനം കേട്ട് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗപീഠകളെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് രോഗികളോട് അതീവ ദയ, അനുകമ്പ ഉണ്ടായിരുന്ന ആളായിരുന്നു. രോഗികളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു എന്ന് വായിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണല്ലോ. സുവിശേഷങ്ങളിൽ ഈശോ ഒത്തിരി രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്.
നമ്മൾ ഈശോ സൗഖ്യം നൽകുന്ന സന്ദർഭങ്ങളെയെല്ലാം ഒന്ന് പൊതുവായിട്ട് നോക്കുമ്പോൾ ഒരു 5 കാര്യങ്ങൾ, 5 ഘടകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 5 പടവുകൾ ചവിട്ടിയിട്ടാണ് ഓരോ വ്യക്തിയും ഈ സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നാമതായി സുഖപ്പെടാനുള്ള ആഗ്രഹമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സുഖം വേണം എന്ന ഒരാഗ്രഹം ഉണ്ടാവുകയാണ്. ആദ്യത്തെ പടി അതാണ്. ഈശോ ബത്സയിദ കുളക്കടവിൽ കിടന്ന ആ തളർവാദ രോഗിയുടെ അടുത്ത് ചെന്ന് ചോദിച്ച കാര്യം ഇങ്ങനെയാണ്: മകനെ, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവ് നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച് അറിയാൻ അവിടത്തേക്ക് താല്പര്യമുണ്ട്. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടാൻ, സുഖപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഒരാളെ ഒരുപക്ഷെ ദൈവത്തിന് പോലും സുഖപ്പെടുത്താനായിട്ട് പ്രയാസമുണ്ടാവാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ കാരാപ്പുഴ ഡാമിൽ ഒരു ചെറുപ്പക്കാരൻ ചാടി. അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഓടിയെത്തി. അപ്പോൾ അവൻ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അവൻ്റെ തോളിലൊരു ബാഗുണ്ടായിരുന്നു. ആ ബാഗിൻ്റെ ഒരു സപ്പോർട്ടിൽ അവന് ഉയർന്നു കിടക്കുകയാണ്. അവൾ കരയ്ക്ക് നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു, മോനെ, നീ ആ ബാഗിലെ പിടിവിടരുതേ. അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ അവൻ്റെ ബാഗ് കൂടി ഊരിക്കളഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ചെറുപ്പക്കാരൻ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. രക്ഷപ്പെടണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം പോലും ഇല്ലാത്ത ഒരാളെ രക്ഷിക്കുവാൻ ഒരുപക്ഷെ ദൈവത്തിന് പോലും കഴിഞ്ഞെന്ന് വരില്ല. സൗഖ്യത്തിൻ്റെ ആദ്യത്തെ പടി സുഖപ്പെടാനുള്ള നമ്മുടെ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അപകടകരമായ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ബത്സയിദ കുളക്കടവിൽ കിടന്ന ആ തളർവാദ രോഗിയെ പോലെ. എന്താണെന്നോ, ഈശോ അയാളോട് എന്താണ് ചോദിച്ചത്? മകനെ, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ്. അയാളുടെ മറുപടി എനിക്കാരുമില്ല എന്നാണ്. അപകടകരമായ ഒരു കാര്യം ഇതാണ്. ചില സാഹചര്യങ്ങളിൽ പെട്ടുപോയി സുഖപ്പെടണം, രക്ഷപ്പെടണമെന്ന് താല്പര്യം പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ അപകടകരമായ വിധത്തിൽ നമ്മൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോയേക്കാം. നമ്മൾ നിരാശപ്പെട്ടു പോയേക്കാം. ഒരു തഴക്കദോഷം പോലെ കുടുക്കിൽ പെട്ടുപോയേക്കാം. അപ്പോൾ ആ കുടുക്കിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്, സൗഖ്യം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. യേശു രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴെല്ലാം സുഖപ്പെടാനുള്ള അവരുടെ ആഗ്രഹത്തെ അവിടുന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഈ ആഗ്രഹമാണ് സുഖത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ പടി. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവി സംഗീതം നിന്നാദരൂപ ദർശനമായെന്നാത്മാവിൻ മിഴികൾ തുറന്നിടണേ. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവി സംഗീതം. രണ്ടാമതായി സൗഖ്യം പ്രാപിക്കാനായി നമ്മൾ ചെയ്യേണ്ടത് കർത്താവിന് മുമ്പിൽ അപേക്ഷിക്കുക, നിലവിളിക്കുക എന്നതാണ്. നിലവിളി എന്നത് നിലവിട്ടവന്റെ വിളിയാണ്. ഇനി മറ്റൊരാളിലും നമുക്ക് പ്രതീക്ഷയില്ല, ആശ്രയമില്ല. ആകെയുള്ള ആശ്രയം കർത്താവാണ്. അവന്റെ മുമ്പിൽ വരിക, അവിടുത്തോട് നിലവിളിക്കുക. ആവശ്യക്കാരന് ഔചിത്യബോധത്തിന് കാര്യമില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ലൂക്കാസ് സുവിശേഷം 18 നമ്മൾ ഒരു അന്ധനെ കാണുന്നുണ്ട്. അയാൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ആളുകൾ അവനെ സഹായിക്കുന്നുണ്ട് മിണ്ടാതിരിക്കാൻ. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് അതേ വാക്കുകൾ പറഞ്ഞു,
ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കരുണയുണ്ടാകണമേ. ആ നിലവിളി, നിലവിട്ടവന്റെ ആ വിളി, അത് യേശുവിൻ്റെ കാതുകളിലെത്തി. നമ്മൾ യേശയ്യായുടെ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, കേൾക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കാതുകൾ അടഞ്ഞു പോയിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗികളാണെങ്കിൽ, നമ്മൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരാണെങ്കിൽ, നമ്മുടെ സ്വരമൊന്ന് കേൾക്കാനായി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ സ്വരം കേൾക്കാനും നമ്മുടെ അപേക്ഷകൾ കേൾക്കുവാനുമൊക്കെ നമ്മുടെ കർത്താവ് വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ആഗ്രഹം, സുഖപ്പെടാനുള്ള ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുക മാത്രമല്ല, അത് ദൈവത്തിന് മുമ്പിൽ ഉണർത്തിക്കുവാൻ കൂടി നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. സൗഖ്യത്തിലേക്കുള്ള 2ാമത്തെ പടി അതുതന്നെയാണ്. അങ്ങനെ അപേക്ഷകളുമായി, നിലവിളിയും പ്രാർത്ഥനകളുമായി രോഗികളായ, വേദന അനുഭവിക്കുന്ന മനുഷ്യര് ദൈവസന്നിധിയിലേക്ക് വരികയും ദൈവത്തോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. ദൈവത്തോടുള്ള നിലവിളി മനോഹരമായ പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥനയും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണല്ലോ. സൗഖ്യം പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകാനല്ല, സൗഖ്യം പ്രാപിക്കുന്നവരെല്ലാം നിരന്തരമായി ഈശോയോടുള്ള ബന്ധത്തിൽ നിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2ാമത്തെ പടി അതുതന്നെയാണ്, നിലവിളിയാണ്, അപേക്ഷയാണ്. പരമപരിശുദ്ധ സംഗീത വീണയാ മനസ്സിലലിയാൻ കൃപയേകണേ. പരമപരിശുദ്ധ സംഗീത വീണയാ മനസ്സിലലിയാൻ കൃപയേകണേ. ഈശോദൻ ഗാനത്തിൻ സ്നേഹാഞ്ജലിയായി എന്നിൽ വന്ന് നിറയണമേ. ഈശോദൻ ഗാനത്തിൻ സ്നേഹാഞ്ജലിയായി എന്നിൽ വന്ന് നിറയണമേ. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവിൻ സംഗീതം. 3ാമതായി, നമുക്ക് സൗഖ്യം ലഭിക്കുവാനായി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയേണ്ടതുണ്ട്. കർത്താവ് നമ്മുടെ വിശ്വാസത്തിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 2 അന്ധന്മാർ വഴിയരികിൽ വെച്ച് ഈശോയെ കാണുന്നുണ്ട്. അവർ കർത്താവിൻ്റെ തിരുമുമ്പിൽ നിലവിളിയും അപേക്ഷയുമായി എത്തുന്നുണ്ട്. ഈശോ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് നിങ്ങളെ സുഖപ്പെടുത്താൻ, നിങ്ങൾക്ക് കാഴ്ച തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിന് എന്നെ സുഖപ്പെടുത്തുവാനും എന്നെ വീണ്ടെടുക്കുവാനും കഴിയും എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു തുറവിയാണ്. ദൈവത്തിന്റെ ശക്തിക്ക്, ദൈവം നൽകുന്ന സൗഖ്യത്തിന് നമ്മിലേക്ക് പ്രവേശിക്കാനുള്ള തുറവിയുടെ പേരാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ തുറവിയുമായി നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ വന്ന ആരെങ്കിലും സുഖപ്പെടാതെ പോയിട്ടുണ്ടോ? സുവിശേഷങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരാളെ കാണാൻ കഴിയില്ല. കർത്താവിന് മുമ്പിൽ വിശ്വാസത്തിന്റെ തുറന്ന ഹൃദയവുമായി വന്ന എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തിയിട്ടാണ് കടന്നുപോയത്. കാനാൻകാരിയുടെ വിശ്വാസത്തെ പ്രതി അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്തു കർത്താവ്. ശതാധിപന്റെ വിശ്വാസത്തെ പ്രതി ഭൃത്യന് കർത്താവ് സൗഖ്യം കൊടുത്തു. അയൽക്കാരുടെ വിശ്വാസത്തെ കണ്ട് ആ തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്ന ഒരു തുറവി സൗഖ്യത്തിന്റെ 3ാമത്തെ പടിയാണ്. രോഗശമന മനഃശാന്തിദായക രാഗസുധാര
സങ്കീർത്തന രോഗശമന മനഃശാന്തിദായക ത്യാഗസുധാരസ സങ്കീർത്തന ആത്മാവിനാദം എന്നിൽ നിറയാ പരിശുദ്ധാത്മാവേ വന്നിടണേ ആത്മാവിനാദം എന്നിൽ നിറയാ പരിശുദ്ധാത്മാവേ വന്നിടണേ. നാലാമത്തെ പടി, ഈ ആദ്യത്തെ ആഗ്രഹവും നിലവിളിയും വിശ്വാസവും രോഗി ദൈവസന്നിധിയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഇടപെടുകയാണ്. നാലാമത്തെ പടി ദൈവീകമായ ഇടപെടലാണ്. കർത്താവ് ഇടപെടുന്നു. റോമാലേഖനം 9:16 നമ്മൾ വായിക്കും, മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും കാരണം. കർത്താവ് പല വിധത്തിലാണ് രോഗികളുടെ സൗഖ്യത്തിനായിട്ട് ഇടപെട്ടിട്ടുള്ളത്. ചിലരെ കർത്താവ് തൻ്റെ കൈകൾ വെച്ച് സുഖപ്പെടുത്തിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റു ചിലരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും ചിലരെ, അന്ധന്മാരെയൊക്കെ കർത്താവ് തുപ്പലുണ്ടാക്കി ചെളിയുണ്ടാക്കി തൊട്ട് അങ്ങനെ സുഖപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ കർത്താവ് രോഗങ്ങളെ ശാസിച്ച് സുഖപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും കർത്താവിൻ്റെ ഇടപെടൽ അത് ഈ സൗഖ്യത്തിൻ്റെ നാലാമത്തെ പടിയാണ്. ഈശോ പറയുന്നുണ്ട്, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. രോഗികളുടെ ജീവിതത്തിൽ വൈദ്യന്റെ ഇടപെടൽ ഉണ്ടാവണം. കർത്താവിൻ്റെ ഇടപെടലാണ് രോഗസൗഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവട്, നാലാമത്തെ പടി. അവസാനമായി പ്രിയപ്പെട്ടവരെ, സൗഖ്യത്തിനായി കർത്താവ് നമ്മുടെ സഹകരണം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കർത്താവ് ഏത് അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും മനുഷ്യന്റെ ഒരു സഹകരണം കൂടി ചോദിക്കുന്നുണ്ട്. അത് രോഗികളെ സുഖപ്പെടുത്തുമ്പോഴും ഈശോയുടെ ഒരു നിലപാട് അങ്ങനെയാണ്. വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നമ്മെ കൂടാതെ നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കുകയില്ല. നമ്മുടെ സഹകരണം സൗഖ്യത്തിൻ്റെ അഞ്ചാമത്തെ പടിയാണ്. തളർവാദ രോഗിയോട് ഈശോ പറയുന്നുണ്ട്, നിന്റെ കിടക്കയെടുത്ത് നീ നടക്കുക. അത് അയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണമാണ്. 10 കുഷ്ഠരോഗികളോട് ഈശോ പറയും, നിങ്ങൾ പോയി ദേവാലയത്തിൽ ചെന്ന പുരോഹിതന്മാർക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കുക എന്ന്. അന്ധനോട് കർത്താവ് പറയുകയാണ്, നീ ശീലോഹായി പോയി കഴുകുക എന്നത്. മനുഷ്യന്റെ സഹകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ. ഒരു സഹകരണവുമില്ലാതെ, ഒരു പരിശ്രമവുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരാളെ ദൈവത്തിന് പോലും സഹായിക്കാൻ താല്പര്യമുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, രോഗികളെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് നാം എല്ലാവരും സുഖപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സൗഖ്യത്തിലേക്കുള്ള വഴികൾ 5 ചുവടുകളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഒന്നാമത്തേത്, നമ്മുടെ ഉള്ളിൽ ഉത്കടമായ ഒരു സൗഖ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാവുകയാണ്. 2, ഈ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുക മാത്രമല്ല, അത് നിലവിളിയോടെ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുവാനായിട്ട്, പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒരു ബന്ധത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. 4, നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിന് എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുകയാണ് 4ാമത്തെ ചുവട്. 5, നമ്മുടെ കർത്താവിൻ്റെ ഇടപെടലാണ്. ഏറ്റവും നിർണായകമായ സൗഖ്യത്തിൻ്റെ ചുവടെന്ന് പറയുന്നത് ഈശോയുടെ സൗഖ്യദായകമായ കരുണാർദ്രമായ ഇടപെടലാണ്. 5, രോഗിയുടെ സഹകരണമാണ്. ഈ 5 പടവുകളിലൂടെ കടക്കുമ്പോഴാണ് രോഗികൾക്ക് സൗഖ്യം ലഭിച്ചതായി നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വലിയ സൗഖ്യത്തിൻ്റെ കൃപ കർത്താവ് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രോഗപീഠകളെ, അതിനെക്കുറിച്ചുള്ള സങ്കടങ്ങളും അതിൻ്റെ ദുരിതങ്ങളും, അത് വരുത്തി വെച്ചിട്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് പ്രത്യാശയോടെ രോഗികളെ സ്നേഹിക്കുന്ന വൈദ്യനായ
എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ അധികാരമുള്ള കർത്താവിൻ്റെ തിരുനാമത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യദായകനായ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സൗഖ്യദായകമായ ഏറ്റവും പ്രശാന്തമായ പ്രഭാതവും ദിവസവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവിൻ സംഗീതം നിന്നാദരൂപ ദർശനമായെന്നാത്മാവിൻ മിഴികൾ തുറന്നിടണേ. സത്യാനന്ദ സ്വരൂപം ഗാഗ 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 ഗബഗരി രേ 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 ഗരി സാസ 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 ഗരി സദ സ പഗരി ഗ പ ത പ ഗ പ ദ സദ പ ദ സ തി സദ സരി ഗരി സരി ഗ ഗരി ഗരി സദ പരി സ തി സദ പ ഗ സദ സദ പഗരി പ ഗ പഗരി സദ സരി. സത്യാനന്ദ സ്വരൂപം പരിശുദ്ധാത്മാവിൻ സംഗീതം.